നമസ്കാരം, ചാനൽ 91 8 മണി വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വാർത്തകൾ. കുടിവെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ കണ്ട പുതിയ മാർഗം പരീക്ഷിച്ച് സംസ്ഥാന സർക്കാർ. നിയമനാംഗീകാരം ലഭിക്കാത്ത അധ്യാപകരുടെ ജില്ലാ കൺവെൻഷൻ KPSTA സംഘടിപ്പിച്ചു. വികസിത ഭാരതം ബാപ്പരത്ത രാജ്യമായി മാറുന്ന സ്ഥിതിയാണ് ഇന്ത്യയിൽ നിലവിലുള്ളതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ. തൃശൂർ റൂറൽ ജില്ലാ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ഏപ്രിൽ 4-5 തീയതികളിൽ ചെല്ലാൻ അദാലത്ത് നടത്തും. കാക്കനാട് 16-ാം വാർഡിലെ അംഗൻവാടിയുടെ ശിലാസ്ഥാപനം തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള നിർവഹിച്ചു. കേരളത്തിന് സമീപം 2 തരം ചക്രവാത ചുഴികളും ന്യൂനമർദ്ദപ്പാത്തുകളും. മഴ കനക്കും. വിശദമായ വാർത്തകളിലേക്ക്. പരിസ്ഥിതി സൗഹാർദ്ദ കുപ്പികളിൽ കുടിവെള്ളം വിതരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ കമ്പനിയായ ഹില്ലി അക്വ ട്രയൽ റൺ അന്തിമഘട്ടത്തിൽ. ചോളം, കരിമ്പ് എന്നിവ ഉപയോഗിച്ച് കുപ്പി നിർമ്മിക്കാനാണ് പദ്ധതി. പ്ലാസ്റ്റിക് കുപ്പികൾ രൂക്ഷമായ പരിസ്ഥിതി പ്രശ്നങ്ങൾക്കും ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഇടയാക്കുന്നതിനാലാണ് ബദൽ മാർഗം തേടുന്നത്. കാഴ്ചയിൽ പ്ലാസ്റ്റിക് ബോട്ടിൽ പോലെ തന്നെ ഇരിക്കും. ചോളം, കരിമ്പ് എന്നിവയിൽ നിന്നും സ്റ്റാർച്ച് എടുത്ത ശേഷം ഇതിൽ നിന്നും പോളിലാട്രിക് ആസിഡ് ഉൽപ്പാദിപ്പിച്ചാണ് ഹരിത കുപ്പികൾ നിർമ്മിക്കുന്നത്. സംസ്ഥാന ജലവിഭവ വകുപ്പിന് കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനമായ കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷനാണ് ഹില്ലി അക്വ കുപ്പിവെള്ളം വിപണിയിൽ എത്തിക്കുന്നത്. വൈകാതെ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ ഒഴിവാക്കി ഹരിത കുപ്പികളിൽ കുടിവെള്ളം വിപണിയിൽ എത്തിക്കാനാവുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. ഇതിനായി ലൈസൻസ് നേടാനുള്ള നടപടികൾ തുടങ്ങി. ഇതോടെ രാജ്യത്തെ ഹരിത കുപ്പികളിൽ കുടിവെള്ളം വിതരണം ചെയ്യുന്ന ആദ്യത്തെ സർക്കാർ കമ്പനിയാകും ഹില്ലി അക്വ. കൊച്ചി ആസ്ഥാനമായുള്ള എയ്ഡ്സ് സ്പെഷ്യലിസ്റ്റ് സർവീസ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് ഹരിത കുപ്പി നിർമ്മാണത്തിനുള്ള അസംസ്കൃത വസ്തുക്കൾ എത്തിച്ചു നൽകുന്നത്. ആദ്യം 1 ലിറ്ററിന്റെ കുപ്പിയാണ് നിർമ്മിക്കുന്നത്. എത്ര കാലം വെള്ളം നിറച്ചു വെക്കാനാവുമെന്നത് സംബന്ധിച്ചും ഗുണനിലവാരം പരിശോധിക്കുവാനുള്ള വിവിധ ടെസ്റ്റുകളും നടത്തുന്നുണ്ട്. അരുവിക്കര, തൊടുപുഴ പ്ലാന്റുകളിലായാണ് ഹില്ലി അക്വ കുപ്പിവെള്ളം നിർമ്മിക്കുന്നത്. ഹരിത കുപ്പികൾ 6 മാസത്തിനുള്ളിൽ ജീർണിച്ച് മണ്ണിൽ ലയിക്കും. കൂടാതെ ഇവ കത്തിച്ച് ചാരവുമാക്കാം. അതേസമയം പ്ലാസ്റ്റിക്കിനെ അപേക്ഷിച്ച് ഉൽപാദന ചെലവ് വളരെ കൂടുതലാണ്. നിലവിൽ ഹില്ലി അക്വ 1 ലിറ്റർ ബോട്ടിലിന് 10 രൂപയാണ് വില. ഹരിത കുപ്പിയിൽ വിതരണം ചെയ്യുമ്പോഴും വിലയിൽ മാറ്റം വരുത്തുന്നില്ലെന്നാണ് അധികൃതർ ഇപ്പോൾ നൽകുന്ന വിവരം. ഭിന്നശേഷിയുടെ പേരിൽ നിയമനം തടസ്സപ്പെട്ട അധ്യാപകരുടെ ജില്ലാ കൺവെൻഷൻ KPSTA ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു. എറണാകുളം KPSTA ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച സുപ്രീം കോടതി വിധി എത്രയും വേഗം കേരള സർക്കാർ നടപ്പിലാക്കണമെന്നും കോലഞ്ചേരി ഉപജില്ലാ സെക്രട്ടറി ബേസിൽ ജോയി യോഗത്തിൽ ആവശ്യപ്പെട്ടു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TU സാദത്ത്, ജില്ലാ പ്രസിഡന്റ് തോമസ് പീറ്റർ, ജില്ലാ സെക്രട്ടറി ബിജു കുര്യൻ, ഷിബി ശങ്കർ, ജോർജ് ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. പോലീസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും നൽകിയ ചെല്ലാൻ യഥാസമയം അടയ്ക്കാൻ സാധിക്കാത്തവർക്കായി ഏപ്രിൽ 4-5 തീയതികളിൽ ചെല്ലാൻ അദാലത്ത് ഇരിങ്ങാലക്കുട DYSP ഓഫീസിനോട് ചേർന്നുള്ള കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തും. വിവിധ ഗതാഗത നിയമലംഘനങ്ങൾക്ക് പോലീസ് വകുപ്പും മോട്ടോർ വാഹന വകുപ്പും നൽകിയിട്ടുള്ള ചെല്ലാൻ പിഴകളിൽ യഥാസമയം അടയ്ക്കാൻ സാധിക്കാത്തതും നിലവിൽ ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ അയച്ചിട്ടുള്ളതുമായ ചെല്ലാനുകളിൽ പ്രോസിക്യൂഷൻ നടപടികൾക്ക് ശുപാർശ ചെയ്തിട്ടുള്ളത് ഒഴികെയുള്ളവ പിഴയൊടുക്കി തുടർ നടപടികളിൽ നിന്നും ഒഴിവാക്കുന്നതിലേക്കായാണ് തൃശൂർ റൂറൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ചെല്ലാൻ അദാലത്ത് സംഘടിപ്പിച്ചിരിക്കുന്നത്. വികസിത ഭാരതം ബാപ്പരത്ത രാജ്യമായി മാറുന്ന സ്ഥിതിയാണ് ഇന്ത്യയിൽ നിലവിലുള്ളതെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ. CPI എറണാകുളം ജില്ലാ സമ്മേളനം വിജയിപ്പിക്കുന്നതിനായി കോതമംഗലത്ത് ചേർന്ന സ്വാഗത സംഘ രൂപീകരണ യോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കമല സദാനന്ദൻ. കേന്ദ്ര ധനകാര്യമന്ത്രിയുടെ ഓരോ ബജറ്റും വൻകിട വ്യവസായികൾക്ക് ആനുകൂല്യം നൽകാൻ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. LDF സർക്കാരുകളുടെ ഭരണത്തിൽ വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായ രംഗത്ത് അടക്കം കേരളത്തിലുണ്ടായ വികസന പ്രവർത്തനങ്ങൾ രാജ്യത്തിന് മാതൃകയാണെന്നും അവർ പറഞ്ഞു. CPI ജില്ലാ സെക്രട്ടറി KM ദിനകരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം KK അഷ്റഫ്, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ EK ശിവൻ, T രഘുവരൻ, ബാബു പോൾ, PK രാജേഷ്, ശാരദാ മോഹനൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ എൽദോ എബ്രഹാം, ശാന്തമ്മ പയസ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KN ഗോപി, KN സുഗതൻ, MM ജോർജ്, KA നവാസ്, രാജേഷ് കാവുങ്കൽ, ഡിവിൻ K ദിനകരൻ, മോളി വർഗീസ്, താര ദിലീപ് തുടങ്ങിയവർ പ്രസംഗിച്ചു. മണ്ഡലം സെക്രട്ടറി PT ബെന്നി സ്വാഗതവും ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി ശാന്തമ്മ പയസ് നന്ദിയും പറഞ്ഞു. കാക്കനാട് 16-ാം വാർഡിലെ അംഗൻവാടിയുടെ ശിലാസ്ഥാപനം തൃക്കാക്കര നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി പിള്ള നിർവഹിച്ചു. വൈസ് ചെയർമാൻ അബ്ദുസാന അധ്യക്ഷത വഹിച്ചു. വാർഡ് കൗൺസിലർ CC വിജു സ്വാഗതവും ADS ചെയർപേഴ്സൺ ജിഷ്ഠ PV നന്ദിയും പറഞ്ഞു. സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സ്മിത സണ്ണി, സുനീറ ഫിറോസ്, വർഗീസ് പ്ലാശ്ശേരി, നൌസാദ് പല്ലച്ചി, കൗൺസിലർമാരായ ഉണ്ണി കാക്കനാട്, റഷീദ് ഉള്ളംപള്ളി, KA ഇബ്രാഹിംകുട്ടി, DCPO റീന, ICDS സൂപ്പർവൈസർ നിഷാമോൾ, KK സന്തോഷ് ബാബു,
ലിജി സുരേഷ്, അജിത് കുമാർ, റനീഷ് നാസർ, ശോഭന പരമു, റൂബൻ പൈനാപ്പിൾ, ഉഷാകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരളത്തിന് സമീപം 2 വീതം ചക്രവാത ചുഴികളും ന്യൂനമർദ്ദപ്പാത്തികളും. മഴ കനക്കും. അറബിക്കടലിൽ ചക്രവാത ചുഴിയും കന്യാകുമാരി മേഖലയിൽ മറ്റൊരു അപ്പർ എയർ സർക്കുലേഷനും ന്യൂനമർദ്ദപ്പാത്തികളും രൂപപ്പെട്ടതിനെ തുടർന്ന് കേരളത്തിൽ വേനൽ മഴ സജീവമാകും. വിവിധ ജില്ലകളിൽ വരും ദിവസങ്ങളിൽ ഇടിയോടുകൂടി ശക്തമായ മഴയും ലഭിക്കും. വിവിധ ജില്ലകളിൽ മഴ തുടങ്ങിയിട്ടുണ്ട്. കിഴക്കൻ മലയോര മേഖലകൾ കേന്ദ്രീകരിച്ചാണ് മഴ സജീവമാകുന്നത്. ഇടിയുടെ കൂടെ മഴ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഇതോടെ ചാനൽ 91 8 മണി വാർത്തകൾ സമാപിച്ചു. നാളെ രാവിലെ വീണ്ടും 8 മണിക്ക് കാണുന്നവരെ ഏവർക്കും ശുഭദിനം.